ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? മുതിർന്നവരായാലും കുട്ടികളായാലും ശ്വാസം മുട്ട് എത്ര ഭീകരമാണെന്ന് അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഈ ആള് അനുഭവിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുക? പലർക്കും ഒരു അറിവില്ല എങ്ങനെ ഇതിനെ നേരിടണം. കാരണം കഫത്തിന്റെ ശല്യം കൊണ്ടാണ് ഈ ശ്വാസം മുട്ട് ഉണ്ടാവണമെന്ന് എല്ലാവർക്കും അറിയാം. കഫം തിങ്ങിയിട്ട് ശ്വാസം കിട്ടാണ്ട് വരണേ, ലങ്സിന്റെ ആ വികാസം ചുരുങ്ങിയും വികസിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. അപ്പോൾ കഫം ഒന്ന് മെൽറ്റായാൽ മാത്രമാണ്, ഒന്ന് ഇളകിയാൽ മാത്രമാണ് ശ്വാസം മര്യാദക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മരുന്നുകൾ കഴിക്കുന്നു. അത് കൂടാതെ ആടലോടകത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആടലോടകം വാട്ടിയിട്ട് നീരെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി നീരും ഒരല്പം ഉള്ളി നീരും ചേർത്തിട്ട്, ചെറിയ ഉള്ളി നീരും ചേർത്തിട്ട് കുടിക്കുന്നതൊക്കെ നല്ലത് തന്നെ, കഫം മെൽറ്റാകാനായിട്ട് ഉപകരിക്കും. പക്ഷെ ഇതൊന്നും അധികം ദിവസം ചെയ്യാൻ പാടില്ല. 3-4 ദിവസം കഴിഞ്ഞാൽ നിർത്തിയേക്കണം. അല്ലെങ്കിൽ അത് വേറെ പണി തരും. കിഡ്നിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്, റോ ആയിട്ടുള്ള നീരുകൾ. ഇപ്പം നമ്മൾ ഈ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ പപ്പായയുടെ ഇല കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാത്തിനും അളവുകളുണ്ട്. ഒരു 3-4 ദിവസത്തിൽ കൂടുതലൊന്നും കഴിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് കിഡ്നിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. കേട്ടില്ലേ? അധികമായാൽ അമൃതും വിഷം. അപ്പം അതുകൊണ്ടിട്ട് ഒന്നും അധികമാവരുത്. ഇത് സുജോഗ് ട്രീറ്റ്മെന്റ് ആണ്. സുജോഗ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഏത് മരുന്നുകൾ കഴിക്കുന്നതിന്റെ കൂടെയും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. കൊറിയൻ ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടിട്ട് ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. പക്ഷെ ചെയ്താൽ ഒത്തിരി ഗുണങ്ങളുണ്ട് താനും. അപ്പോൾ ആടലോടകത്തിന്റെ ഇല തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സുജോഗ് ട്രീറ്റ്മെന്റിൽ നമ്മുടെ ലങ്സിന്റെ കറസ്പോണ്ടൻസ് ഏരിയ ആയിട്ട് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. പണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗ്യാസിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞത്, അതായത് വയറിന്റെ കറസ്പോണ്ടൻസ് ഏരിയ ഇത്രയും ഭാഗമായിട്ട് വരും. ഇതിന് തൊട്ട് മുകളിലാണ് ലങ്ങിന്റെ ഏരിയ. ഈ ലങ്ങിന്റെ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പുഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആടലോടകത്തിന്റെ ഇല സൂര്യപ്രകാശം കൊള്ളുന്ന വശം ഇതുപോലൊരു പേപ്പർ, ഇത് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് സെല്ലോ ടേപ്പാണ്. ശരിക്കും വേണ്ടത് സർജിക്കൽ ടേപ്പോ ഇതുപോലത്തെ, അതല്ലെങ്കിൽ പേപ്പർ ടേപ്പോ ആണ്. ഇതിപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് ശ്രമിച്ചു നോക്കി, ഇതിൻ്റെ അറ്റം കിട്ടുന്നില്ല. അതുകൊണ്ടിട്ട് ഞാനിത് ഉപയോഗിക്കാനാണ്. ശരിക്കും സർജിക്കൽ ടേപ്പോ അല്ലെങ്കിൽ പേപ്പർ ടേപ്പോ ആണ് വേണ്ടത്. സെല്ലോ ടേപ്പിന് എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് വേണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ഇങ്ങനെ വെക്കുന്നു. ചെറിയ ലീഫാണ് നല്ലത്, ഇത്തിരി വലുതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഒട്ടിക്കുക. 21 ദിവസം മുടങ്ങാണ്ട് ചെയ്യുക. ഓരോ ദിവസവും മാറി മാറി ലീഫ് ഉപയോഗിക്കുക. ഈ ആടലോടകത്തിന്റെ ഇല ഇവിടെ ആണുങ്ങൾക്കാണെങ്കിൽ ഇടത്തേ കൈ, സ്ത്രീകൾക്കാണെങ്കിൽ വലത്തേ കൈ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഏത് കയ്യിൽ വെച്ചാലും കുഴപ്പമില്ല. മാറി വെച്ചു നോക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ 21 ദിവസം മുടങ്ങാണ്ട് വെക്കുക. 21 ദിവസം കഴിഞ്ഞിട്ട് ഒരു 5-10 ദിവസം ഗ്യാപ്പ് ഇട്ട് വീണ്ടും അത് ആരംഭിക്കുക. അങ്ങനെ ഈ ഗ്യാപ്പിട്ട് വീണ്ടും വെച്ച് കുറച്ച് നാളങ്ങോട്ട് പോയാൽ ചിലർക്ക്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ആശ്വാസം വരും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ശ്വാസത്തിന് വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും മുടങ്ങാതെ ഇത് ചെയ്യുക. ഒരു നഷ്ടമില്ലാത്ത കേസാണിത്, അല്ലേ? അപ്പോൾ ഇത് മുടങ്ങാതെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം നിങ്ങൾ റിസൾട്ടായിട്ട്, നിങ്ങളുടെ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, ഞാൻ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ പൊട്ടത്തരമാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. ഇത് കൊണ്ടിട്ട് ഗുണമുണ്ടോ എന്നുള്ളത്. ഗുണമുണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്പെടട്ടെ. അല്ലെങ്കിൽ എന്നെ 2 തെറി വിളിച്ചു, കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് അത്രയും വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രമിച്ചോളൂ. ശ്വാസം കിട്ടാനായിട്ട് നമ്മൾ മറ്റ് ഏത് മരുന്നുകളുടെ ഒപ്പം ഇത് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടിട്ട് നമുക്ക് നഷ്ടങ്ങളുമില്ല. തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആടലോടകത്തിൻ്റെ മരങ്ങളുണ്ടോ, ചെടികളുണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചട്ടിയിലേക്ക് നമ്മുടെ ഒരു തൈ കൊണ്ടൊന്ന് നട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നല്ലൊരു ലീഫാണ് ആടലോടകം. അത് സുജോഗ് രീതി പ്രകാരം നമ്മുടെ കൈത്തണ്ടയിൽ ലങ്ങിന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. ഒന്ന് ശ്രമിച്ചു നോക്ക്. താങ്ക് യു.